എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 16-ാം ദിവസം. ഓം നമ ശിവായ. സോമവാര വ്രത മാഹാത്മ്യം തുടരുന്നു. ഉക്തപ്രകാരേണ സർവകർമ്മങ്ങളും മുക്തശങ്കം തുടങ്ങിയതു സീമന്തിനി. ചിത്രവർമാവതുകാലം വിചാരിച്ചു പുത്രിക്ക് ചേരുന്ന പുരുഷാഗ്രേസരൻ. ഇന്ദ്രസേനന്റെ തനൂജൻ മനോഹരൻ, ചന്ദ്രാംഗതൻ മഹാസുന്ദരൻ സൗഭഗൻ, ബാലൻ ദമയന്തി നന്ദനനന്ദനൻ, ശീലാഭിജാത്യങ്ങൾ കൊണ്ടേറ്റമുത്തമൻ. എന്നാൽ അവന് കൊടുക്കണമെന്നുടൻ മന്നവൻ നിശ്ചയിച്ചാളയച്ചിടിനാൻ. ചാരണന്മാരും അങ്ങാരണന്മാരുമായി പാരാതെ ചെന്നു വരുത്തി കുമാരനെ. സാന്ദ്രമോദ നൃപൻ തന്നെ പുത്രിയെ ചന്ദ്രാംഗതന് കൊടുത്തു യഥാവിധി. ഘോഷിച്ചു പാണിഗ്രഹണം കഴിച്ചുടൻ തോഷിച്ചു നൈഷധൻ തത്ര വാണിടിനാൻ. സീമന്തിനി മൗലിമാല മനോജ്ഞയാം സീമന്തിനിയോടുകൂടി ദിനേ ദിനേ കാമലീലാരതൻ ചന്ദ്രാംഗതൻ മുത കോമളാകാരൻ കഴിച്ചുമേവും വിധവും. സീമന്തിനിയോടുകൂടി ദൃഢവ്രതൻ സോമവാരവ്രതം ദാനം തുടങ്ങിനാൻ. വാമദേവങ്കലെ ഭക്തിവിശ്വാസങ്ങൾ സീമയില്ലേതും നിശതകുമാരനും. ചന്ദ്രാംഗതന്റെ അപായം. അക്കാലമേകഥാ ചന്ദ്രാംഗതനുള്ളിൽ അർക്കപുത്രീജലെ കേളിയാടിയിടുവാൻ ആശയുണ്ടാകയാൽ ആടലോടങ്ങളും കൊണ്ട് ദാശപരിശകൾ വന്നു വണങ്ങിനാർ. കാളിന്തിയിൽ പള്ളിയോടം കളിക്കേണം, ഓളവും കാറ്റും കുറയുമെന്നിങ്ങനെ ധീപരന്മാരുടെ വാക്ക് കേട്ടഞ്ജസ സാവധാനം പുറപ്പെട്ടിതു നൈഷധൻ. കൂടെ പുറപ്പെട്ടു 100 ആളുകൾ. ഓടം കരേറി കുമാരനും കൂട്ടവും. ഓഴിയും തോണിയും വഞ്ചിയും വള്ളവും കൂടി പലതും ഇറക്കി പതുക്കവേ. തണ്ടായവും നല്ല പാട്ടും കഥകളും കൊണ്ടാടിയോടി തുടങ്ങി മഹാജലെ. കൽപ്പോടു നേരെ നടുക്കടുക്കും വിധവും സ്വൽപ്പം മഴക്കാറ് കൊണ്ടു നഭസ്ഥലേ. ഓളങ്ങൾ പൊങ്ങിത്തുടങ്ങി പതുക്കവേ. കാളിന്തിയൊന്നു പകർന്നു തദന്തരെ. ആകാശമൊക്കെ പരന്നു മഴക്കാറും ആകാ നമുക്കിന്ന് പോകുന്നതങ്ങളിൽ. ഘോഷം തുടങ്ങി മരക്കലത്തിൽ തഥാ വേഷം പകർന്നു കാണായി കാളിന്തിയും. കീഴ്മേൽ മറിഞ്ഞു വരുന്ന തിരകളിൽ കാൺമാൻ കുറഞ്ഞു മരക്കലക്കൂട്ടവും. വിങ്ങുന്ന കാറ്റേറ്റു പൊട്ടിപ്പടവുകൾ മുങ്ങിത്തുടങ്ങി മരിച്ചു പലജനം. നക്രങ്ങൾ വന്നു വിഴുങ്ങിയിട്ടൊരു വിധം, ചക്രച്ചുഴിപ്പിൽ പതിച്ചൊട്ടൊരു വിധം. വെള്ളം കുടിച്ചു തടിച്ചിട്ടൊരു വിധം, വെള്ളത്തിൽ മുട്ടിത്തകർന്നിട്ടൊരു വിധം. ഏന്തും ജലത്തിൽ വിപത്തിനെ പ്രാപിച്ച് നീന്തിക്കരേറി പണിപ്പെട്ടൊരു വിധം. സീമന്തിനി വരൻ ചന്ദ്രാംഗതൻ്റെതായ യാമുനാഭസിൽ മുഴുകി വിധിവശാൽ മെല്ലവേ കീഴ്പോട്ട് താണിങ്ങനെ ചെല്ലുന്ന നേരം ഭുജംഗനാരീജനം ലീലാവിധൗ താനേ വരുന്നൊരു പുരുഷശ്രേഷ്ഠനെ കണ്ടു കുതൂഹലം. ചെന്നു കരം കൊണ്ട് താങ്ങി പതുക്കവേ പന്നകവാസമാം പാതാള മന്ദിരേ. ശോണരത്നോജ്വലെ സിംഹാസനോത്തമേ വാണരുളിയിടുന്ന തക്ഷകാഹീന്ദ്രന്റെ മുന്നിലമ്മാറങ്ങ് വീരസേനാത്മജൻ തന്നെ പൗത്രനെ കൊണ്ടു ചെന്നിടിനാൻ. അത്രാന്തരേ പുരവാസികൾക്കുണ്ടാകും അത്തൽ പ്രകാരം പറഞ്ഞാലൊടുങ്ങുമോ. ചിത്രവർമാവും പ്രജകളും മറ്റുള്ള ധാത്രി സുരന്മാരമാത്യവൃന്ദങ്ങളും വൃത്താന്തമൈദൃശം കേട്ടോരനന്തരം ചിത്തം പിളർന്നോ വിലാപം തുടങ്ങിനാർ. അയ്യോ നൃപാത്മജ ചന്ദ്രാംഗത ഭവാൻ, ഈ ആളുകൾക്കൊരു ചന്ദ്രനായി വന്നുടൻ സർവം പരിത്യജിച്ചെങ്ങുപോയി ഭവാൻ. ഉർവീശനന്ദന നന്നു നിൻ സാഹസം. ഹാഹാ മഹാവീര, ഹാഹാ മഹാധീര, ഹാഹാ മഹീപാല ബാലകാ സുന്ദര, ഹാഹാ നളക്ഷോണി ബാലപുത്രാത്മജ, ഹാഹാ നിനക്കു വേണ്ടുന്നതല്ലീ വിധം. കഷ്ടം നവോഢയാം രാജേന്ദ്രപുത്രിയെ പെട്ടെന്നുപേക്ഷിച്ചു പോകുന്നതെന്തു നീ. ലക്ഷണക്കാരനാം 2-ാം മഹീസുരൻ ലക്ഷണം പണ്ടു പറഞ്ഞതോ സത്യമായി. ഇന്നു 14 സംവത്സരാവധി വന്നു കുമാരിയാം സീമന്തിനിക്കഹോ. സോമവാരവ്രതം നിഷ്ഫലമായതോ സോമചൂടനും കനിവില്ല നിർണയം. വെള്ളത്തിൽ വീണു മരിച്ചിതഹോ ഭവാൻ, ഉള്ളത്തിൽ അഗ്നിയെ പിടിച്ചു ഞങ്ങൾക്കിടോ. ഇത്തം പ്രകാരമങ്ങാ ബാലവൃദ്ധരും ബദ്ധസന്താപം കരഞ്ഞു പറഞ്ഞുടൻ നീളത്തിരഞ്ഞു വിരഞ്ഞു വന്നു ചിലർ. കാളിന്തിയിൽ ചെന്നു മുങ്ങി നോക്കി ചിലർ. ചിത്രവർമാവുടൻ ദുഃഖിച്ചു പുത്രി മണാളന്റെ ശേഷക്രിയാദികൾ
പുത്രിയെ കൊണ്ടുടൻ ജയിച്ച് തൽക്ഷണം പുത്രിയും വൈധവ്യഭാവേന മേവിനാൾ. ഭൂമി പരാഗത്തിൽ വീണുരുണ്ടങ്ങനെ പുറമേ പൂമൈ തളർന്നു. കറുത്തോരു വസ്ത്രവും കണ്ണുനീർ വാർത്തു വിയർത്തു ശരീരവും ദണ്ഡിച്ചു ജീവിച്ചിരുന്നു സീമന്തിനി. സോമവാരവ്രതം തന്നിലെ നിഷ്ഠയ വാമദേവാർച്ചനം ചെയ്തു വാണിടിനാൾ. ഓം നമഃ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.